നമസ്കാരം. ഞാൻ നിമിഷ ഷിനോജ്. ഇന്ന് ട്രാക്ക് 1 PSCയുടെ പുതിയൊരു SCRT സീരീസ് നമ്മളിവിടെ ആരംഭിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇത് മെയിനായിട്ടും 10th ലെവല്, +2 ലെവല്, ഡിഗ്രി ലെവല്, അതുപോലെ LP, UP, HSI ഉദ്യോഗാർത്ഥികളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCRT, അതുപോലെ തന്നെ നമ്മുടെ +1, +2 ഇത്രയും SCRT ആയിരിക്കും നമ്മൾ പ്ലേലിസ്റ്റുകളിൽ ഉണ്ടാവുക. അപ്പൊ ഇത് ആദ്യത്തെ ക്ലാസ് ആണ്. ടെക്സ്റ്റ് ബുക്കുകളൊക്കെ മാറി. അതുകൊണ്ട് തന്നെ 9ാം ക്ലാസ്സിലെ ഏറ്റവും കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കണ്ടന്റ് കൂടുതലുള്ള SCRT ആണ് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത്. 9ാം ക്ലാസ്സിലാണ് ആദ്യം എടുത്തിരിക്കുന്നത്. 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഹിസ്റ്ററി, ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് ഒന്നാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഈ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന ലെറ്ററിലെ കുറച്ച് ഭാഗങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആദിമനുഷ്യരുടെ ജീവിതത്തെ കുറിച്ചൊക്കെയാണ് ഈ കത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ നമ്മൾ ഈ മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നതും ആദിമ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ എങ്ങനെയായിരുന്നു, ഏത് തരത്തിലുള്ള ഉപകരണങ്ങളാണ് അവർ ഉപയോഗിച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. SCRT ആണ്. നമുക്ക് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാവും, കുഴപ്പമില്ല. ക്ലാസ് ആദ്യം ഒന്ന് കാണുക, അതിനുശേഷം സ്പീഡിലിട്ട് നിങ്ങൾ ഒന്നും കൂടെ കണ്ടാൽ മതി. നോട്ടുകൾ എഴുതുക. ഇതിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയ ഭാഗങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും കൂടെ നോക്കിയിട്ട് നിങ്ങൾ വായിക്കുക കേട്ടോ. ഈ ശിലായുഗ കാലഘട്ടത്തെ കുറിച്ചിട്ടാണ് ആദ്യമായിട്ട് പറയുന്നത്. ഈ ശിലയുടെ സ്ഥാനത്ത് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് ലോഹങ്ങളൊക്കെ കടന്നു വന്നു. ഇപ്പൊ ശിലായുഗ കാലഘട്ടത്തെ തന്നെ പ്രധാനമായിട്ടും 3ആയിട്ടാണ് തിരിക്കുന്നത്: പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. അപ്പൊ ഏതൊക്കെയാ? പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. അതിനുശേഷം ശിലായുഗത്തിന് ശേഷം ലോകയുഗത്തിലേക്ക് കടക്കുവാണ്. ലോകയുഗത്തില് നമുക്ക് 2 യുഗങ്ങളാണ് കാണാനുള്ളത്: വെങ്കലയുഗവും അതുപോലെ തന്നെ ഇരുമ്പ് യുഗം. അപ്പൊ ശിലായുഗത്തില് കാലത്ത് മനുഷ്യർ ഉപകരണങ്ങളും ആയുധങ്ങളും പ്രധാനമായി നിർമ്മിച്ചിരുന്നത് കല്ലുകൊണ്ടായിരുന്നു. അപ്പൊ ശിലായുഗത്തില് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ട കാര്യം അവരുടെ ഉപകരണം എന്ന് പറയുന്നത് എന്താണ്? കല്ലാണ്. അതിനാൽ ചരിത്രകാരന്മാര് ആദ്യത്തെ ശിലായുഗം എന്ന് വിശേഷിപ്പിക്കുന്നു. ആദ്യത്തെ കാലഘട്ടത്തെ ശിലായുഗം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണ രീതിയെ അടിസ്ഥാനമാക്കി ശിലായുഗത്തെ നമ്മൾ പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം എന്നിങ്ങനെ 3ആയി തിരിക്കുന്നു. ഈ ശിലായുഗത്തെ ഉപകരണങ്ങൾ ഏത് രീതിയിലുള്ള ഉപകരണങ്ങളാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിയത് എന്ന രീതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ശിലായുഗത്തെ എങ്ങനെയൊക്കെ തിരിക്കുന്നത്: പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം എന്നിങ്ങനെ 3ആയി തിരിക്കുന്നത്. അപ്പം ഉപകരണങ്ങൾ എങ്ങനെയാണ് നിർമ്മിച്ചിരുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് എന്ന് ഓർക്കണം കേട്ടോ. അപ്പൊ 3 രീതിയിൽ. അപ്പൊ നമുക്ക് അതിൽ ഓരോ കാലഘട്ടവും ഏതാണെന്നാണ് നോക്കുന്ന. ഒന്നാമത്തേതാണ് പ്രാചീന ശിലായുഗം. പ്രാചീന ശിലായുഗത്തില് പരുക്കൻ ശില ഉപകരണങ്ങളാണ് പ്രാചീന ശിലായുഗ കാലത്തിലെ ഉപകരണങ്ങളുടെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? പരുക്കൻ ശിലാ ഉപകരണങ്ങളാണ് പ്രാചീന ശിലായുഗ കാലഘട്ടത്തിലെ ഉപകരണങ്ങളുടെ പ്രധാന സവിശേഷത. പാലിയോസ് അല്ലെങ്കിൽ പ്രാചീനം. പാലിയോസ് എന്നതിന്റെ മീനിങ് എന്താ? പ്രാചീനം. അതുപോലെ ലിത്തോസ് എന്നതിന്റെ മീനിങ് ശില. എന്നീ 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് പാലിയോലിത് എന്ന പദം രൂപം കൊണ്ടത്. അപ്പൊ എന്താ പറയുന്നത്? പാലിയോസ് എന്നാൽ പ്രാചീനമെന്നും അതുപോലെ ലിത്തോസ് എന്നാൽ ശില എന്നും 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് നമുക്ക് പാലിയോലിത് എന്ന പദം രൂപം കൊണ്ടത്. ആദിമ മനുഷ്യരുടെ ജീവിതോപാധികളായി ബന്ധമുള്ളതാണ് ഉപകരണങ്ങളുടെ നിർമ്മാണം. അവരുടെ പ്രധാന ഒരു ജീവനോപാധിയായിരുന്നു ഏതെന്ന് പറയുന്നത്? ഉപകരണങ്ങളുടെ നിർമ്മാണം. ഉപകരണങ്ങളുടെ ഉപയോഗത്തിൽ 3 പ്രധാന ഘട്ടങ്ങൾ ഉണ്ടായിരുന്നതായിട്ടാണ് പുരാവസ്തു ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാമത്തത് പ്രയോജനപ്പെടുത്തൽ. പ്രയോജനപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ എന്താ? ലഭ്യമായ കല്ലുകളെ രൂപമാറ്റം വരാതെ തന്നെ ഉപയോഗിക്കുന്ന രീതിയാണ് പ്രയോജനപ്പെടുത്തൽ എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ലഭ്യമായ കല്ലുകളെ രൂപമാറ്റം വരുത്താതെ തന്നെ ഉപയോഗിക്കുന്ന രീതിയാണ് പ്രയോജനപ്പെടുത്തൽ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് രൂപമാറ്റം വരുത്തല്. അത് ലഭ്യമായ കല്ലുകളെ ആവശ്യാനുസരണം അവരെങ്ങനെ ഉപയോഗിക്കണം, അവരുടെ ആവശ്യം എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് രൂപമാറ്റം വരുത്തി ഉപയോഗിക്കുന്ന രീതിയാണ് രൂപമാറ്റം വരുത്തൽ എന്ന് പറയുന്നത്. അടുത്തത് ക്രമവൽക്കരണം. ഓരോ ആവശ്യത്തിനും പ്രത്യേക തരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രീതിയാണ് ക്രമവൽക്കരണം. ഈ നമുക്ക് എന്താ പറയാ, കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഓരോ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന പിന്നെ ആയുധങ്ങളൊക്കെ ഏതൊക്കെ രീതിയിലാണ് അവർ ഉപയോഗിച്ചത്, ഏതൊക്കെ രീതിയിലാണ് ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നതെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതാണ് സ്റ്റാൻഡേർഡൈസേഷൻ അല്ലെങ്കിൽ ക്രമവൽക്കരണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഉരുളൻ കല്ല് ഉപകരണങ്ങൾ ഇവിടെ നമുക്ക് ചിത്രമൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഉരുളൻ കല്ല് ഉപകരണങ്ങൾ, അതുപോലെ ദ്വിമുഖ മാതൃശില ഉപകരണങ്ങൾ, അതുപോലെ കൽച്ചീൾ ഉപകരണങ്ങൾ.
മാതൃശിലകളും കൽച്ചീളുകളെയും കുറിച്ചിട്ട് ഒരു പെട്ടിയിൽ ഒരു ബോക്സിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. PSCന്റെ ഇഷ്ട ഒരു ഏരിയ ആണ് ഈ ബോക്സുകളിൽ കൊടുക്കുന്ന കാര്യങ്ങൾ പ്രത്യേകം എടുത്ത് ചോദിക്കുക എന്നുള്ളത്. ഈ മെയിൻ ആയിട്ട് നമുക്ക് ഈ ശിലായുഗ കാലഘട്ടത്തെ കുറിച്ചൊക്കെ HSC എക്സാമിനും LP UP എക്സാമിനും വേണ്ടിയിട്ടാണ് ചോദിക്കാറുള്ളത്. അപ്പൊ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നവര് പ്രത്യേകിച്ച് ഈ ബോക്സുകളൊക്കെ ആദ്യം തന്നെ പഠിച്ചു തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ മാതൃശിലകളും കൽച്ചീലുകളും, ഒരു കഷ്ണം കല്ലിനെ രണ്ടോ അതിലധികമോ കഷ്ണങ്ങളായി പൊട്ടിക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ കഷ്ണത്തെ എന്ത് എന്ന് പറയും? മാതൃശില എന്ന് പറയും. നമ്മളൊരു കല്ലെടുത്ത് പൊട്ടിച്ചിട്ടുണ്ട്, അതിൽ ഏറ്റവും വലിയ കഷ്ണം ഏതാണോ അതിനെ മാതൃശില എന്നും, എന്നാൽ ഏറ്റവും ചെറിയ കഷ്ണങ്ങളെ കൽച്ചീലുകൾ എന്നും പറയും. മാതൃശില കൊണ്ട് നിർമ്മിക്കുന്നവയെ മാതൃശില ഉപകരണങ്ങൾ എന്നും, കൽശിലകൾ കൊണ്ട് ചീലുകൾ കൊണ്ട് നിർമ്മിക്കുന്നവയെ കൽച്ചീലു ഉപകരണങ്ങൾ എന്നും വിളിക്കുന്നു. പ്രാചീന ശിലായുഗത്തിന്റെ അവസാന ഘട്ടത്തിൽ ശിലകൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങൾക്ക് പുറമെ അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങൾ മനുഷ്യർ ഉപയോഗിച്ചിരുന്നു. അപ്പൊ പ്രാചീന ശിലായുഗത്തിൽ കല്ലുകൾ മാത്രമായിരുന്നില്ല അവരുടെ ഉപകരണം എന്ന് പറയുന്നത്, പിന്നെ എന്തുകൂടി ഉണ്ടായിരുന്നു? അസ്ഥികൾ കൂടി ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് സ്ഥലങ്ങളുടെ പേരുകളാണ് ചോദിക്കുന്നത്. ഇത് നമ്മൾ കുറെ PSCകളിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. കലാ സാഹിത്യം പോലുള്ള മേഖലകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതിൽ പ്രധാനമായിട്ട് പ്രാചീന ശിലായുഗ കാലഘട്ടത്തിലെ അവരുടെ ഓരോ പിന്നെ കാഴ്ചപ്പാടുകളൊക്കെ കാണിക്കുന്ന ചിത്രരൂപങ്ങളൊക്കെ കല്ലുകളിൽ കൊത്തിവെച്ചിട്ടായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് ഒന്നാമത്തെ ഷോവെ. ഷോവെ എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ഫ്രാൻസിലാണ് ഷോവെ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ലാസ്കോ. ലാസ്കോ എന്ന് പറയുന്നത് എന്താണ്? ഫ്രാൻസിലാണ്. ലാസ്കോ എവിടെയാ? ഫ്രാൻസ്. അതുപോലെ തന്നെ ആനക്കൊമ്പിൽ നിർമ്മിച്ച ശില്പം സൈറസ്ക്, റഷ്യ. ആനക്കൊമ്പിൽ നിർമ്മിച്ച ശില്പം എന്താണ്? സൈറസ്ക്, റഷ്യ. അതുപോലെ കുസാക്ക്, ഫ്രാൻസ്. ഗുഹയിലെ കോറിട്ട ചിത്രങ്ങളാണ് എന്തെന്ന് പറയുന്നത്? കുസാക്ക്, ഫ്രാൻസ്. പിന്നെ അതുപോലെ സ്പെയിനിലെ ലാഗർമ ഗുഹകളിൽ നിന്നും കണ്ടെത്തിയ അസ്ഥികളിലെ കൊത്തുപണികൾ. ഈ സ്ഥലങ്ങളും രാജ്യങ്ങളും എവിടെയാണെന്ന് നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ. നമുക്ക് എക്സാമിന് വരാറുണ്ട്. അപ്പൊ നിങ്ങൾ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കുക തന്നെ ചെയ്യണം കേട്ടോ. ഇനി ലളിതമായി ഒഴുക്കാൻ വരകള്, കോറിയിട്ട ചിത്രങ്ങള്, ശില്പങ്ങള് തുടങ്ങിയ വിവിധ മാർഗങ്ങൾ പ്രാചീന ശിലായുഗത്തിന്റെ അവസാന ഘട്ടത്തിൽ ആശയവിനിമയത്തിന് ഉപയോഗിച്ചതായിട്ട് ഈ ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. മൃഗങ്ങളുടെ ചിത്രീകരണം നമുക്ക് കാണാൻ പറ്റുന്ന എവിടെയാണ്? ഷോവെ, ലാസ്കോ ഗുഹകളിലാണ് കേട്ടോ. അതെവിടെയാന്നാ പറഞ്ഞത്? ഫ്രാൻസില്. അതുപോലെ മൃഗത്തിന്റെയും സ്ത്രീയുടെയും കോറിയിട്ട രൂപം അതെവിടെയാണ്? കുസാക്ക്. കുസാക്ക് എവിടെയാ? കുസാക്ക് ഗുഹകൾ എവിടെയാന്നാ പറഞ്ഞേ? ഫ്രാൻസിൽ കേട്ടോ. മൃഗത്തിന്റെയും സ്ത്രീകളുടെയും കോറിയിട്ട രൂപം കുസാക്ക് ഗുഹയിലാണ്. അതെവിടെയാണ്? ഫ്രാൻസിലാണ്. അതുപോലെ വീനസ് പ്രതിമ, സൈറസ്, റഷ്യ എന്നിവ അനുഷ്ഠാനമായോ വിശ്വാസമായോ ബന്ധമുള്ളതായി പുരാവസ്തു ഗവേഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. സ്പെയിനിലെ ലാഗർമ, നമ്മൾ പറഞ്ഞൂലെ നേരത്തെ, സ്പെയിനിലെ ലാഗർമ ഗുഹകളിൽ നിന്നും കണ്ടെത്തിയ അസ്ഥികളിലായിരുന്നു അവർ കൊത്തുപണികൾ ഇട്ടിരുന്നതെന്ന്. സ്പെയിനിലെ ലാഗർമ ഗുഹയിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികളിലെ കൊത്തുപണികൾ ആ കാലത്ത് മനുഷ്യരുടെ കലാവൈദഗ്ധ്യത്തിന്റെ തെളിവാണ് എന്നാ പറയുന്നത്. ഇനി അതുപോലെ ചെടികൾ, മരത്തിന്റെ തോല്, കായ്കള് എന്നിവ അരച്ച് ചെങ്കൽ പൊടി ചേർത്താണ് നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. സൂര്യപ്രകാശം എത്താൻ കഴിയാത്ത ഗുഹകളുടെ ഉൾഭിത്തിയിലാണ് ചിത്രങ്ങൾ വരച്ചിരുന്നത്. കൽസൂചികളും മുനയുള്ള ആയുധങ്ങളും ഉപയോഗിച്ചാണ് ഇത്തരം ചിത്രങ്ങൾ അവർ വരച്ചിരുന്നത് എന്നാ പറയുന്നത്. അപ്പൊ എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് വരച്ചിരുന്നത്? സൂചികളും അതുപോലെ തന്നെ മുനയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് കേട്ടോ. കൽസൂചികളും മുനയുള്ള ആയുധങ്ങളും ഉപയോഗിച്ചു ഇത്തരം ചിത്രങ്ങൾ അവർ വരച്ചിരുന്നത്. ഗുഹകളിലെ മേൽഭിത്തികളിലും ചിത്രങ്ങൾ വരച്ചിരുന്നതായി കാണാൻ കഴിയും. പ്രാചീന മനുഷ്യർ ആർജിച്ച വൈജ്ഞാനിക വികാസത്തിന്റെയും സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെയും തെളിവായി ഇത്തരം ചിത്രങ്ങളും ശില്പങ്ങളും കണക്കാക്കപ്പെടുന്നു. പ്രാചീന ശിലായുഗ കാലത്തെ ഉപകരണങ്ങൾ, കലകൾ എന്നിവയിൽ നിന്ന് മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്? അപ്പൊ നമ്മൾ ഇതുവരെ കണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രാചീന ശിലായുഗ കാലഘട്ടത്തിലെ ഓരോ പ്രത്യേകതകളാണ് കണ്ടത്. അപ്പൊ അതിനെയൊക്കെ കൂടെ SRTയിൽ ഒരു ക്രോഡീകരണം കൊണ്ടുവരികയാണ്. അതാണ് പ്രാചീന ശിലായുഗം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്നാമതായിട്ട് നമ്മൾ ആലോചിക്കാനുള്ളത് പരിക്കൻ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഒന്നാമത്തെ എന്താണ്? പരിക്കൻ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതുപോലെ എവിടെയായിരുന്നു അവർ വസിച്ചിരുന്നത്? ഗുഹകളിലും തുറസായ സ്ഥലങ്ങളിലായിരുന്നു അവർ വസിച്ചിരുന്നത്. അതുപോലെ വേട്ടയാടൽ, ശേഖരണം എന്നിവയായിരുന്നു ഉപജീവന മാർഗങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാ? വേട്ടയാടല്, ശേഖരണം എന്നിവയായിരുന്നു ഉപജീവന മാർഗങ്ങൾ. ബാൻഡുകൾ, പറ്റകളായിരുന്നു സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. അപ്പൊ സമൂഹത്തിന്റെ പ്രാചീന ശിലായുഗ കാലഘട്ടത്തിൽ സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് എന്തായിരുന്നു? ബാൻഡുകളായിരുന്നു. പുരുഷന്മാർ വേട്ടയാടലും സ്ത്രീകൾ ശേഖരണത്തിലും ഏർപ്പെട്ടിരുന്നു. ഭക്ഷണം സംഭരിച്ചു വെച്ചിരുന്നില്ല. അവർക്ക് എന്തായിരുന്നു? അന്നത്തേക്കുള്ള ഭക്ഷണമേ ഉള്ളൂ. ഇന്നത്തെ പോലെ എന്തില്ല, ഭക്ഷണമൊന്നും സംഭരിച്ചു വെച്ചിരുന്നില്ല.
നാടോടി ജീവിതമാണ് നിലനിന്നിരുന്നത്. അവരെ അലഞ്ഞു തിരിഞ്ഞുള്ള ജീവിതമായിരുന്നു പ്രാചീന ശിലായുഗത്തിൽ. അപ്പൊ മനസ്സിലായില്ലടാ പ്രാചീന ശിലായുഗ കാലഘട്ടത്തിലെ പ്രത്യേകത. ഇതൊക്കെ വായിച്ച് നമ്മൾ ലാസ്റ്റ് എൻഡിൽ എത്തി നിൽക്കുമ്പോൾ പ്രാചീന ശിലായുഗത്തെ കുറിച്ച് പറയുന്ന എന്തൊക്കെയാണ്? പരുക്കൻ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതുപോലെ ഗുഹകളിലും തുറസായ സ്ഥലങ്ങളിലുമായിരുന്നു താമസിച്ചിരുന്നത്. ഇവരുടെ പ്രധാന ഉപജീവന മാർഗം എന്ന് പറയുന്നത് എന്തായിരുന്നു? വേട്ടയാടലും ശേഖരണവും ആയിരുന്നു. ഇതുപോലെ ഇവരുടെ സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് എന്താന്നാ പറഞ്ഞത്? സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം എന്താണ്? ബാൻഡുകളാണ്. അതുപോലെ പുരുഷന്മാരും വേട്ടയാടലിലും സ്ത്രീകൾ ശേഖരണത്തിലും ഏർപ്പെട്ടിരുന്നു. അപ്പൊ പുരുഷന്മാരായിരുന്നു വേട്ടയാടലിന് പോയ, സ്ത്രീകൾ എന്തായിരുന്നു? ശേഖരണത്തിലും ഏർപ്പെട്ടിരുന്നു. ഭക്ഷണം സംഭരിച്ചു വെച്ചിരുന്നില്ല. അവരങ്ങനെ ഭക്ഷണമൊന്നും സംഭരിച്ചു വെച്ചില്ല. നാടോടി ജീവിതമാണ് നിലനിന്നിരുന്നത്. അപ്പൊ ഇതാണ് കേട്ടോ പ്രാചീന ശിലായുഗത്തെ കുറിച്ച് പറയുന്നത്. ഇനി ഇവിടെ ഒരു ചെറിയൊരു ബോക്സ് കൊടുത്തിരിക്കുന്നുണ്ടോ? ബാൻഡുകൾ എന്താണെന്നാണ്. 100-ൽ താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ചെറു സമൂഹങ്ങളാണ് ബാൻഡുകൾ അല്ലെങ്കിൽ പറ്റങ്ങൾ എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? 100-ൽ താഴെ മാത്രം അംഗങ്ങൾ ഉൾപ്പെടുന്ന ചെറു സമൂഹങ്ങളാണ് എന്ത് എന്ന് പറയുന്നത്? ബാൻഡുകൾ എന്ന് പറയുന്നത്. രക്തബന്ധമാണ് ബാൻഡുകളിലെ അംഗങ്ങളെ പരസ്പരം. അപ്പൊ ഇവര് രക്തബന്ധത്തിൽ പെട്ടിരുന്നവരായിരുന്നു എന്ത്? ബാൻഡിലെ അംഗങ്ങളെ പരസ്പരം ബന്ധിച്ചിരുന്നത്. ഈ ബാൻഡിൽ കൂടുതൽ രക്തബന്ധത്തിലുള്ളവർ ആയിരുന്നു എന്നതാണ് കേട്ടോ പറയുന്നത്. അപ്പൊ ബാൻഡ് എന്താന്ന് ഓർത്തിരിക്കണം. 100-ൽ താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ചെറു സമൂഹങ്ങളാണ് ബാൻഡുകൾ. എടാ PSCക്ക് മെയിൻ ആയിട്ടും നമ്മളോട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഒക്കെ വന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളും പ്രാചീന ശിലായുഗത്തിലെ സവിശേഷതകളൊക്കെ ചോദിക്കും. അപ്പൊ നമ്മളത് ഒന്നും കൂടി ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അടുത്തതായിട്ട് മധ്യശിലായുഗം. പ്രാചീന ശിലായുഗത്തിൽ നിന്നും നവീന ശിലായുഗത്തിലേക്കുള്ള പരിവർത്തനത്തിന്റെ ഘട്ടമാണ് എന്ത് എന്ന് പറയുന്ന മധ്യശിലായുഗം എന്ന് പറയുന്നത്. അതായത് പ്രാചീന ശിലായുഗം കഴിഞ്ഞ് നവീന ശിലായുഗത്തിലേക്കുള്ള പരിവർത്തനത്തിന്റെ ഘട്ടമാണ് എന്ത് എന്ന് പറയുന്നത്? മധ്യശിലായുഗം എന്ന് പറയുന്നത്. മെസോസ് എന്നാല് മദ്യം എന്നും ലിത്തോസ് എന്നാല് ശില എന്നും തുടങ്ങിയ 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് മെസോലിത്തിക് എന്ന പദം ഉടലെടുത്തത്. അപ്പൊ മധ്യശിലായുഗത്തിലേക്ക് നമ്മൾ കടക്കുവാണ്. പ്രാചീന ശിലായുഗത്തിൽ നിന്നും നവീന ശിലായുഗത്തിലേക്കുള്ള പരിവർത്തനത്തിന്റെ ഘട്ടം രണ്ടിന്റെയും സെന്ററിൽ വരുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്ന ആ ഒരു കാലഘട്ടമാണ് മധ്യശിലായുഗം എന്ന് പറയുന്നത്. മധ്യശിലായുഗം എന്ന് പറയുന്ന പേര് ഏത് 2 പദങ്ങളിൽ നിന്നാണ്? 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഉടലെടുത്തിട്ടുള്ളത്. ഒന്ന് മെസോസ് എന്നാൽ മദ്യം എന്നും അതുപോലെ ലിത്തോസ് എന്നാൽ ശില എന്നുമാണ് പറയുന്നത്. എന്നാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ചിത്രം കണ്ടിട്ടില്ലേ? മധ്യയുഗത്തിലെ ഉപകരണങ്ങളുടെ ഒക്കെ ചിത്രങ്ങളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇവിടെ എന്താ പ്രത്യേകത? പ്രാചീന ശിലായുഗത്തിലെ ഉപകരണങ്ങൾ പോലെയാണോ? അല്ല, അവിടെ പരുപരുക്കനായിരുന്നെങ്കിൽ ഇവിടെ എന്താണ്? മധ്യശിലായുഗത്തിലെ ഉപകരണങ്ങളൊക്കെ ചെറിയ ഉപകരണങ്ങളായിരുന്നു. അതുപോലെ മൈക്രോലിത്തുകൾ അല്ലെങ്കിൽ സൂക്ഷ്മശിലകൾ എന്ന് വിളിക്കുന്ന കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടമായിരുന്നു. ഇതൊക്കെ ചെറിയ ചെറിയ ഉപകരണങ്ങളല്ലേ? മൈക്രോലിത്ത് അഥവാ സൂക്ഷ്മശിലകളായിരുന്നു എന്തിൽ ഉപയോഗിച്ചിരുന്നത്? ഈ മധ്യശിലായുഗ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത് കേട്ടോ. ആദിമ മനുഷ്യരുടെ ആശയവിനിമയത്തിന്റെ വികാസം പ്രാചീന ശിലായുഗത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്കാണെന്ന് മുമ്പ് സൂചിപ്പിച്ചല്ലോ അല്ലെ? എന്താ പറയാ? ആദിമ മനുഷ്യരുടെ ആശയവിനിമയത്തിന്റെ വികാസം പ്രാചീന ശിലായുഗ കാലഘട്ടത്തിന്റെ അവസാനം എന്ന രീതിയിലാണ് പറയുന്നത്. ഇനി ഇതിൽ പ്രധാനമായി ഈ വികാസം നമുക്ക് കാണാൻ കഴിയുന്ന മധ്യശിലായുഗത്തിലാണ്. ഇത് PSCന്റെ ഇഷ്ടപ്പെട്ട മേഖലയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറ് ഭീംബേട്ക എവിടെ ഏത് സംസ്ഥാനത്താ ഭീംബേട്ക സ്ഥിതി ചെയ്യുന്നത്? ഭീംബേട്ക സംസ്ഥാനത്താ മധ്യപ്രദേശില്. അതുപോലെ ഖദോട്ടിയ എന്നീ ഗുഹാകേന്ദ്രങ്ങളിലെ കലാസൃഷ്ടികൾ ആദ്യ മനുഷ്യന്റെ ജീവിത രീതികൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. ഇപ്പൊ PSC എപ്പോഴും ചോദിക്കുന്നതാണ് ഭീംബേട്ക. അത് പഠിച്ചു വെക്കണം. ഭീംബേട്ക ഏത് സംസ്ഥാനത്താടാ? മധ്യപ്രദേശിൽ കേട്ടോ. അതുപോലെ തന്നെ ലഗ്ജാവോറും അതുപോലെ ഖദോട്ടിയ ഇവിടെയൊക്കെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളൊക്കെ കണ്ടോ? മൈന്യൂട്ട് ഭീംബേട്കയിലൊക്കെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അപ്പം ഇതൊക്കെ ആ കാലഘട്ടത്തെ കുറിച്ച് പറയുന്നതാണ്. ഇനി ഈ ചിത്രത്തിൽ നിന്ന് മധ്യശിലായുഗത്തിലെ മനുഷ്യരുടെ ജീവിത രീതികളെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ കാലഘട്ടത്തിന്റെ സവിശേഷതകൾ. അപ്പൊ മധ്യശിലായുഗ കാലഘട്ടത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മശിലകളുടെ ഉപയോഗം. അപ്പൊ നമ്മൾ പറഞ്ഞു മധ്യശിലായുഗം എന്ന് പറയുന്നത് തന്നെ ഒരു സൂക്ഷ്മ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ നേരത്തെ ഇങ്ങനെ ഈ സൂചിയൊക്കെ പോലെ ഇങ്ങനെ ആയുധങ്ങൾ ശിലായുധങ്ങൾ ഉപയോഗിക്കുന്ന കാലഘട്ടമാണ് മധ്യശിലായുഗം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? അത് തന്നെയാണ് അതിന്റെ ഒന്നാമത്തെ സവിശേഷത. അതുപോലെ വേട്ടയാടലിനും ശേഖരണത്തിനും പുറമെ മീൻപിടുത്തവും ഉപജീവന മാർഗമാക്കി. എന്തൊക്കെയാണ്? വേട്ടയാടല്, ശേഖരണം, പുറമെ എന്തും കൂടി ഉണ്ടായിരുന്നു? മീൻപിടുത്തവും കൂടി ഉണ്ടായിരുന്നു. അതുപോലെ മൃഗങ്ങളെ ഇണക്കി വളർത്തുന്നതിന്റെ സൂചനകൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്.
മധ്യശിലായുഗത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് ട്ടോ. മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി. വിനോദങ്ങള്, അതുപോലെ ലിംഗാടിസ്ഥാനത്തിലുള്ള തൊഴിൽ വിഭജനം. അവിടെ നമ്മൾ കണ്ടത് എന്താണ്? പുരുഷന്മാര് വേട്ടയാടലിനൊക്കെ പോയി എന്നൊക്കെ കണ്ടു. പക്ഷെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ലിംഗത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തൊഴിൽ വിഭജനം കൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? മധ്യശിലായുഗത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്. അത് ഒന്ന് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ വായിച്ച് നോക്കണം ട്ടോ. അത് ഒന്ന് എന്താ പറയുന്ന മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മശിലകളുടെ ഉപയോഗം. അതുപോലെ വേട്ടയാടലിന് ശേഖരണത്തിന് പുറമെ മീൻപിടുത്തവും ഉപജീവന മാർഗമാക്കി. മൂന്നാമത് എന്താ പറയുന്നത്? മൃഗങ്ങളെ ഇണക്കി വളർത്തുന്നതിന്റെ സൂചനകള് ഏതിൽ നിന്ന് കിട്ടുന്നുണ്ട്? ഈ മധ്യശിലായുഗ കാലഘട്ടത്തിലെ ചിത്രങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇവർക്ക് വിനോദം, അടുത്തത് എന്താ പറയുന്നത്? വിനോദം. പിന്നെ അതുപോലെ തന്നെ ലിംഗാടിസ്ഥാനത്തിലുള്ള തൊഴിൽ വിഭജനം ഉണ്ടായിരുന്നു. ഇനി മധ്യശിലായുഗ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയായിരുന്നു എന്ന് പറയും. നമ്മൾ പ്രാചീന ശിലായുഗത്തിൽ ശോഭയൊക്കെ പോലെയുള്ളത് കണ്ടില്ല. അതുപോലെ തന്നെ മധ്യശിലായുഗ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെയായിരുന്നു സ്റ്റാർക്കാർ എന്ന് പറയുന്നത്. അത് എവിടെയായിരുന്നു? ഇംഗ്ലണ്ടില്. സ്റ്റാർക്കാർ എവിടെയാ? ഇംഗ്ലണ്ട്. അതുപോലെ തന്നെ ഏതാ? ഫാഹിയാൻ ഗുഹ ശ്രീലങ്കയില്. ഏതാ? ഫാഹിയാൻ ഗുഹ, അത് ശ്രീലങ്കയില്. അതുപോലെ തന്നെ ഇന്ത്യയിലുണ്ട് ട്ടോ. ഉത്തർപ്രദേശിൽ ഒരു സ്ഥലമുണ്ട്. ഏതാ അത്? സരൈന ഹറായി. ഏതാ? സരൈന ഹറായി. ഇന്ത്യ, ഉത്തർപ്രദേശ് ട്ടോ. അപ്പൊ ഈ ഇന്ത്യയിലെ സ്ഥലങ്ങളൊക്കെ ഉത്തർപ്രദേശിലെ സ്ഥലം ഏതാന്നൊക്കെ വന്ന മധ്യശിലായുഗ കേന്ദ്രത്തില് ഏതെങ്കിലും ഒരു സ്ഥലം തന്നിട്ട് ഇത് ഏത് ശിലായുഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അപ്പൊ നമ്മൾ അതൊക്കെ നോക്കിയിരിക്കുക. ഇനി സ്റ്റാർക്കാർ യൂറോപ്പിലെ മധ്യശിലായുഗം, അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വടക്കുകിഴക്കൻ ഇംഗ്ലണ്ടിൽ കണ്ടെത്തിയ മധ്യശിലായുഗത്തിലെ ഒരു തുറസായ അധിവാസ കേന്ദ്രമാണിത്. ജൈവാവശിഷ്ടങ്ങളുടെ സാന്നിധ്യമാണ് ഈ കേന്ദ്രത്തിന്റെ പ്രധാന സവിശേഷത. അപ്പൊ ഈ കേന്ദ്രത്തിന്റെ പ്രധാന സവിശേഷത എന്താ? ജൈവാവശിഷ്ടങ്ങളുടെ സാന്നിധ്യമാണ്. ശിലകൾ കൊണ്ടും അസ്ഥികൾ കൊണ്ടും നിർമ്മിച്ച ഉപകരണങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ മധ്യശിലായുഗത്തില് നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള ഉപകരണങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ള? സ്റ്റാർക്കാർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ശിലകൾ കൊണ്ടും അതുപോലെ തന്നെ അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങൾ കണ്ടെത്തി. ആദ്യകാല മരപ്പണിയുടെ തെളിവുകളും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ആദിമ മനുഷ്യർ ഈ പ്രദേശത്തെ താൽക്കാലിക വാസസ്ഥലമായി ഉപയോഗിച്ചിരുന്നുവെന്നും കരുതപ്പെടുന്നുണ്ട് ട്ടോ. അപ്പൊ സ്റ്റാർക്കാർ എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. സ്റ്റാർക്കാറിനെ കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഒന്നും കൂടെ നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ ഒരു മധ്യശിലായുഗ കേന്ദ്രത്തെ കുറിച്ച് പറഞ്ഞു. അതെവിടെയാണ്? സരൈന ഹറായി. ഓക്കെ, ഓർത്തിരിക്കുന്നു കേട്ടോ. ഇനി സരൈനാർഹായിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇന്ത്യയിലെ ഒരു മധ്യശിലായുഗ കേന്ദ്രം. ഉത്തർപ്രദേശിലെ പ്രതാപ് നഗർ ജില്ലയിൽ ഓക്സ്ബോ തടാകക്കരയിലാണ് സരൈന ഹറായി സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ എവിടെയാ? ഓക്സ്ബോ തടാകത്തെ കുറിച്ച് കേട്ടിട്ടില്ലേ? അപ്പൊ ഉത്തർപ്രദേശിലെ പ്രതാപ് നഗർ ജില്ലയിലെ ഓക്സ്ബോ തടാകക്കരയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? സരൈന ഹറായി സ്ഥിതി ചെയ്യുന്നത്. മധ്യശിലായുഗത്തിന്റെ പ്രധാന സവിശേഷതയായ മൈക്രോലിത്തുകൾ ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ലഭിച്ച ഉയരമുള്ള മനുഷ്യരുടെ അസ്ഥികൾ വളരെ പ്രധാനപ്പെട്ട പുരാവസ്തു തെളിവാണ്. അപ്പൊ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ളത് എന്താണ്? എന്താ ലഭിച്ചിട്ടുള്ളത്? ഇവിടെ നിന്ന് ലഭിച്ചത് ഉയരമുള്ള മനുഷ്യരുടെ അസ്ഥികൾ. എന്താ പറയുന്നത്? ഉയരമുള്ള മനുഷ്യരുടെ അസ്ഥികൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ പുരുഷന്മാരുടെ ഉയരം 180 സെന്റിമീറ്റർ, സ്ത്രീകളുടെ ഉയരം എത്രയാണ്? 170 സെന്റിമീറ്റർ ആണ്. പുരുഷന്മാരുടെ ഉയരം എത്രയാണ്? 180 സെന്റിമീറ്റർ. അതുപോലെ സ്ത്രീകളുടെ ഉയരം എത്രയാണ്? 170 സെന്റിമീറ്ററും ആണ്. വേട്ടയാടലിന് അമ്പും വില്ലും ഉപയോഗിച്ചിരുന്നതായി കരുതുന്നു. അപ്പൊ വേട്ടയാടലിന് വേണ്ടിയിട്ട് ഇവരെന്താ ഉപയോഗിച്ചിരുന്നത്? ഇന്ത്യയിൽ എന്താ ഉപയോഗിച്ചിരുന്നത്? അമ്പും വില്ലും. വിത്തുകൾ ശേഖരിക്കുകയും സംഭരിക്കുകയും ചെയ്തിരുന്നതായി മൃഗത്തോലുകളും വസ്ത്രങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നു എന്നാ പറയുന്നത്. അതുപോലെ വിത്തുകൾ ശേഖരിക്കുകയും സംഭരിക്കുകയും ചെയ്തു ആ കാലഘട്ടത്തിൽ. നമ്മൾ പ്രാചീന ശിലായുഗത്തിൽ എന്താ കാണുന്നത്? അവരൊന്നും നാളത്തേക്ക് വേണ്ടി സമ്പാദിക്കുന്നില്ല എന്നാലേ നമ്മൾ കണ്ടത്. എന്നാല് മധ്യശിലായുഗത്ത് എത്തിയപ്പോഴത്തേക്ക് ഇവരെന്ത് ചെയ്യുന്നുണ്ട്? വിത്തുകൾ ശേഖരിക്കുന്നുണ്ട്, അതുപോലെ സംഭരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ മൃഗത്തോലുകള് വസ്ത്രങ്ങളായി ഉപയോഗിച്ചിരുന്നു. എന്താ പറയുന്നത്? മൃഗത്തോലുകള് വസ്ത്രങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പൊ പ്രാചീന ശിലായുഗത്തിൽ നിന്ന് മധ്യശിലായുഗത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് എന്തായി? ഉപകരണങ്ങളിൽ മാറ്റമുണ്ടായി. ജനങ്ങളുടെ ജീവിത രീതിയിൽ തന്നെ ഒരുപാട് മാറ്റം ഉണ്ടായി എന്നാലേ കണ്ടത്. അപ്പം പ്രാചീന ശിലായുഗത്തിലെ സവിശേഷതകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ മധ്യശിലായുഗത്തിലെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് നവീന ശിലായുഗം. അതായത് നവീന ശിലായുഗത്തിൽ എന്താ പറയുന്നത്? മനുഷ്യന് സമൂലമായ മാറ്റത്തിന് തുടക്കം കുറിച്ച കാലഘട്ടമാണിത്. എന്താ പറയുന്നത്? മനുഷ്യ ജീവിതത്തിന് നവീനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ, മനുഷ്യ ജീവിതത്തില് ഒരുപാട് മാറ്റത്തിന് തുടക്കം കുറിച്ച കാലഘട്ടം വരുന്ന നവീന ശിലായുഗം. നിയോസ് നവീനം. ലിത്തോസ് ശില. ലിത്തോസ് നമ്മൾ കുറെ നേരമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നിയോസ് എന്ന് പറയുന്ന നവീനം എന്നാണ് കേട്ടോ അർത്ഥം. ലിത്തോസ് എന്ന ശില എന്നീ പദങ്ങളിൽ നിന്നുമാണ് നിയോലിത്ത് എന്ന പദം രൂപം കൊണ്ടത്.
ഏഹ് അതുപോലെ തന്നെ നിയോലിത്തിക് എന്ന പദരൂപം കൊണ്ട് അത് എന്താന്നാ പറയുന്നത്? നിയോസ് എന്ന നവീനം എന്ന അർത്ഥം വരുന്നതും അതുപോലെ ലിത്തോസ് എന്നാൽ ശില എന്ന അർത്ഥം വരുന്നതായ ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഏത് വാക്കുണ്ടായത്? നവീന ശിലായുഗം എന്ന കാലഘട്ടത്തെ കുറിച്ച് പറയുന്നത്. ഇനി നോക്കിക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന മാൻ മേക്സ് ഹിംസെൽഫ്, അതായത് മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു. ആരെഴുതിയത്? മാൻ മേക്സ് ഹിംസെൽഫ് അല്ലെങ്കിൽ മനുഷ്യൻ, ശ്രദ്ധിക്കണേ, മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്ന ഗ്രന്ഥത്തില് ഗോർഡൻ ചൈൽഡ്, ഓർത്തിരിക്കണം കേട്ടോ, ഗോർഡൻ ചൈൽഡ് മനുഷ്യ ജീവിതത്തെ മാറ്റിമറിച്ച നവീന ശിലായുഗത്തിലെ പ്രധാന കാര്യങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ ഈ ബുക്കിന്റെ പേരൊന്ന് ഓർത്തിരിക്കണം, മാൻ മേക്സ് ഹിംസെൽഫ് അല്ലെങ്കിൽ മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു. മനുഷ്യ സമ്പദ് വ്യവസ്ഥയെ ആകെ മാറ്റിമറിച്ച ആദ്യ വിപ്ലവം. മനുഷ്യന് തന്റെ ഭക്ഷണ ലഭ്യതയിന്മേൽ നിയന്ത്രണം നേടിക്കൊടുത്തു. ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷങ്ങളും തിരഞ്ഞെടുത്ത് നടാനും കൃഷി ചെയ്യാനും മെച്ചപ്പെടുത്താനും തുടങ്ങി. തനിക്ക് നൽകാൻ സാധിക്കുന്ന കന്നുകാലി തീറ്റയുടെയും കൊടുക്കാൻ കഴിയുന്ന സംരക്ഷണത്തിന്റെയും ചെലുത്തുന്നതാവുന്ന ദീർഘദൃഷ്ടിയുടെ ഫലമായി പ്രത്യേക മൃഗങ്ങളെ മാത്രം മെരുക്കിയെടുത്ത് ഇണക്കി നിർത്തുന്നതിൽ മനുഷ്യൻ വിജയിച്ചു. മേൽപ്പറഞ്ഞ രണ്ട് കാര്യങ്ങളും പരസ്പരം ചേർന്ന് കിടക്കുന്നതാണ്. അപ്പൊ എന്താ പറയുന്നത്? മനുഷ്യ സമ്പത്ത് വ്യവസ്ഥയെ ആകെ മൊത്തത്തിൽ സമ്പത്ത് വ്യവസ്ഥയിൽ തന്നെ ഒരു വലിയ മാറ്റം കൊണ്ടുവന്ന കാലഘട്ടമായിരുന്നു ഇത് എന്ന് പറയുന്നത് നവീന ശിലായുഗം എന്നാണ് ആര് പറയുന്നത്? ഗോർഡൻ ചൈൽഡ് പറയുന്നത്. മനുഷ്യന് ഭക്ഷണ ലഭ്യതയിലൊക്കെ നിയന്ത്രണം നേടിക്കൊടുക്കാനൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ ഇതിൽ പറയുന്നത്. നവീന ശിലായുഗത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ കാണാം. എന്താ പറയുന്നത്? മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി. കൃഷിയുടെ ആരംഭമൊക്കെ എവിടെയാണ്? നവീന ശിലായുഗത്തിലാണ്. ഈ രണ്ട് സവിശേഷതയൊന്ന് ഓർത്തു വെക്കണം. മൃഗങ്ങളെ എന്താക്കാൻ തുടങ്ങി? ഇണക്കി വളർത്താൻ തുടങ്ങി. അതുപോലെ കൃഷി ആരംഭിച്ചത് ഏത് കാലഘട്ടത്തിലാ? നവീന ശിലായുഗത്തിലാണ്. ചന്ദ്രകലയുടെ ആകൃതിയിൽ രേഖപ്പെടുത്തിയ പ്രദേശങ്ങൾ ഇതാണോ? ഇതിൽ കുറെ ചന്ദ്രകലയുടെ ആകൃതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രദേശങ്ങൾ ഉണ്ടല്ലോ. എവിടെ? ഇതാ ഈ ബാങ്കൂൻ, സയൽക്ക്, അതുപോലെ തന്നെ ഇറാഖ്, ജെറിക്കോ, ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? നവീന കാലഘട്ടത്തിലെ പ്രദേശങ്ങൾ എന്ന് പറയുന്നത്, നവീന ശിലായുഗ കാലഘട്ടത്തിലെ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ട്ടോ. അതുപോലെ ഈ ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്താണ് കൃഷിയുടെ ആരംഭമെന്ന് ഇവിടെയായിട്ടാണ് ഈ ചന്ദ്രകല കാണുന്ന പ്രദേശങ്ങളൊക്കെ ഇല്ലത്. ഇവിടെയാണ് എന്ത് ആരംഭിച്ചത് എന്നാ പറയുന്നത്? കൃഷി ആരംഭിച്ചത് എന്ന് ആര് പറയുന്നുണ്ട്? പുരാവസ്തു ഗവേഷകരൊക്കെ പറയുന്നുണ്ട്. ഫെർട്ടൈൽ ക്രസന്റ് അല്ലെ ഫലഭൂഷ്ടമായ ചന്ദ്രകല എന്നാണ് ഈ പ്രദേശത്തെ വിശേഷിപ്പിക്കുന്നത്. ഓർത്തിരിക്കണേ, ഫെർട്ടൈൽ ക്രസന്റ് ഏത് കാലഘട്ടവുമായി ബന്ധപ്പെട്ടതാണ്? ഫലഭൂഷ്ടമായ ചന്ദ്രകല എന്ന് പറയുന്ന നവീന ശിലായുഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഇനി മൃഗങ്ങളെ ഇണക്കി വളർത്താനും കൃഷി ആരംഭിക്കാനും മനുഷ്യരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. അപ്പൊ മൃഗങ്ങളെ നമ്മൾ കണ്ടു. നവീന ശിലായുഗത്തിൽ പ്രധാന രണ്ട് സവിശേഷതകൾ എന്ന് പറയുന്നത് എന്താണ്? മൃഗങ്ങളെ ഇണക്കി വളർത്തുക, അതുപോലെ കൃഷിയുടെ ആരംഭം. അപ്പൊ അതിന്റെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? മനുഷ്യരെ അതിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഒന്ന്, ജനസംഖ്യാ വർധനവ്. ആദിമ പ്രാചീന ശിലായുഗത്തെ പോലെയോ മധ്യശിലായുഗത്തെ പോലെയോ ഒന്നല്ല, ജനസംഖ്യാ വർധനവ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മനുഷ്യാധിവാസ കേന്ദ്രങ്ങളുടെ എണ്ണത്തിലുള്ള വർധന. മറ്റ് നാടോടികളെ പോലെ ജീവിച്ചിരുന്നവര് ഏതെങ്കിലും ഒരു പ്രത്യേകമായ സ്ഥലത്ത് ജീവിക്കുന്നതിന് തുടങ്ങി. അപ്പം അതുകൊണ്ടൊക്കെയാണ് അവർ കൃഷിയിലേക്കൊക്കെ കടക്കാനായിട്ട് തീരുമാനിച്ചത്. പിന്നെ സങ്കീർണമായ സാമൂഹ്യ സംഘടന, അതായത് വലിയ പ്രദേശങ്ങളിലേക്കും കൂടെ ആളുകളുടെ ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് സാമൂഹ്യമായ മാറ്റവും വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ജനസംഖ്യ വർധനവ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് മാത്രം താമസിക്കുന്നു, ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇവർക്ക് ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ലഭ്യതക്കുറവും വന്നു തുടങ്ങി. സാങ്കേതിക വിദ്യകളിൽ വന്ന മാറ്റം, അപ്പൊ അവർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളിലൊക്കെ വന്ന മാറ്റങ്ങളൊക്കെയാണ് നമുക്ക് എന്തായിട്ട് കാണിക്കുന്നത്? മൃഗങ്ങളെ ഇണക്കി വളർത്താനും കൃഷി ആരംഭിക്കാനും മനുഷ്യരെ പ്രേരിപ്പിച്ച ഘടകങ്ങളായിട്ട്. അപ്പൊ മൃഗങ്ങളെ ഇണക്കി വളർത്താനും അതുപോലെ കൃഷി ആരംഭിക്കാനും മനുഷ്യരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന്? ഒന്ന്, ജനസംഖ്യാ വർധനവ്. എന്താണ് ജനസംഖ്യാ വർധനവ്? രണ്ട്, മനുഷ്യാധിവാസ കേന്ദ്രങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധനവ്. മൂന്നെന്താ? സങ്കീർണമായ സാമൂഹ്യ സംഘാടനം. നാലെന്താ? ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ലഭ്യതക്കുറവ്. അഞ്ചെന്താ? സാങ്കേതിക വിദ്യയിൽ വന്ന മാറ്റങ്ങള്. ഇനി ഇവിടെ കുറെ നവീന ശിലായുഗത്തില് കുറെ ചിത്രങ്ങളൊക്കെ നമ്മുടെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, ഇതിൽ എന്താ പറയാ? മിനുസപ്പെടുത്തിയ ഉപകരണങ്ങളാണ്, സൂക്ഷ്മങ്ങളായ ഉപകരണങ്ങളാണ് അല്ലെ. ഇത്തരം ഉപകരണങ്ങൾ മണ്ണിൽ കൃഷി ചെയ്യാൻ മനുഷ്യർക്ക് സഹായമായി. ഇങ്ങനെ സൂക്ഷ്മമായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തായി? മനുഷ്യർക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണിൽ ഉപയോഗിക്കാനൊക്കെ സാധിച്ചു. മരം മുറിക്കാനും മണ്ണ് ഉഴുതുമറിക്കാനും ഈ ഉപകരണങ്ങൾ അവരെ സഹായിച്ചു. ഇത് മനുഷ്യരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു. കൃഷിയും കന്നുകാലി വളർത്തലും ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ സ്ഥിരമായ ലഭ്യത ഉറപ്പാക്കി. അപ്പൊ എന്താ പറയുന്നത്? കൃഷി അതുപോലെ തന്നെ കന്നുകാലി വളർത്തലും ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ സ്ഥിരമായ ലഭ്യത ഉറപ്പാക്കി.
തൽഫലമായി സ്ഥിരവാസവും കാർഷിക ഗ്രാമങ്ങളും വളർന്നു വന്നു. അപ്പൊ കൃഷിയൊക്കെ ആരംഭിച്ചതോട് കൂടിയിട്ട് ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചു. അപ്പൊ അവരെന്താക്കി ഒരു ഭാഗത്ത് തന്നെ സ്ഥിരമായിട്ട് കൃഷി സംരക്ഷിക്കണ ഒരു ഭാഗത്ത് തന്നെ താമസിക്കണ്ടടാ. അപ്പൊ അങ്ങനെ ഒരു ഭാഗത്ത് തന്നെ സ്ഥിര താമസമാക്കി. പിന്നെ കാർഷിക ഗ്രാമങ്ങൾ വളർന്നു വന്നു. കളിമൺ പാത്ര നിർമ്മാണം, കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച ഇഷ്ടികളുടെ ഉപയോഗം, ധാന്യ സംഭരണം ഒക്കെ സാധ്യമാക്കി. കാർഷിക രംഗത്ത് മികച്ച മിച്ചോൽപാദനം സാധ്യമായതോടെ സമൂഹത്തിലെ ഒരു വിഭാഗം കാർഷിക പ്രവർത്തനങ്ങളിൽ നിന്ന് സ്വതന്ത്രരായി. അവർ കളിമൺ പാത്ര നിർമ്മാണം, നെയ്ത്ത് തുടങ്ങിയ മറ്റു തൊഴിലുകളിൽ ഏർപ്പെടാൻ തുടങ്ങിയപ്പോൾ നവീന ശിലായുഗങ്ങളില് ഇപ്പത്തേക്ക് അവരെന്താണ് അവരുടെ കൃഷിയൊക്കെ വർദ്ധിച്ചതോട് കൂടിയിട്ട് അവരെന്ത് ചെയ്തു? അവര് സ്വതന്ത്രരായി. അപ്പൊ അവർക്ക് മറ്റു പ്രവർത്തനങ്ങളിലേക്കും കൂടെ മാറി. എന്തൊക്കെയാ? കളിമൺ പാത്ര നിർമ്മാണം, നെയ്ത്ത് തുടങ്ങിയ മറ്റു തൊഴിലുകളിൽ ഏർപ്പെടാൻ തുടങ്ങി. അങ്ങനെ സമൂഹം വിവിധ തൊഴിൽ വിഭാഗങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതായി മാറി. ഇതോടെ സാമൂഹ്യ രൂപീകരണത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു. നവീന ശിലായുഗമായപ്പോഴത്തേക്കും സാമൂഹ്യ രൂപീകരണം നടന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഏതാണ്? നവീന ശിലായുഗമാണ് കേട്ടോ. നവീന ശിലായുഗത്തിലെ ഈ മാറ്റങ്ങളാണ്. ഇത്തരം മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രസിദ്ധ പുരാവസ്തു ഗവേഷകനായ ഗോർഡൻ ചൈൽഡ് ഈ കാലഘട്ടത്തെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചു. അപ്പൊ നവീന ശിലായുഗ കാലഘട്ടത്തെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ആരാ? ഗോർഡൻ ചൈൽഡ്. ശ്രദ്ധിക്കണേ, എന്താ പറയുന്ന? നവീന ശിലായുഗ വിപ്ലവം എന്ന് നവീന ശിലായുഗ കാലഘട്ടത്തെ വിശേഷിപ്പിച്ച വ്യക്തി ആരാ? ഗോർഡൻ ചൈൽഡ് ആണ് കേട്ടോ. മറക്കരുത് കേട്ടോ. ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ? നമ്മള് നേരത്തെ പറഞ്ഞതിന് എന്തൊക്കെയാണ് നവീന ശിലായുഗ കാലഘട്ടത്തിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണോ നമ്മൾ പറഞ്ഞത്? മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി, സാമൂഹ്യീകരണം ആരംഭിച്ചു, കൃഷി ആരംഭിച്ചു, ഒരു സ്ഥലത്ത് തന്നെ താമസിക്കാനായിട്ട് തുടങ്ങി. അതുപോലെ ലിംഗത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തൊഴിലുകളൊക്കെ അവർ കണ്ടെത്താനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടോ. അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ഇറാഖിലെ ഗുർദിഷ് കുന്നുകളിലെ ജാർമോ എന്ന് പറയുന്ന റോബർട്ട് ജെ ബ്രെയ്ഡ്വുഡ് ആണ് ഗുർദിഷ് കുന്നുകളിലെ ആധുനിക ഇറാഖ്. ഇപ്പോഴത്തെ ആധുനിക ഇറാഖിലെ ജാർമോ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ആധുനിക ഇറാഖാണ് കേട്ടോ. പുരാവസ്തു ഗവേഷണത്തിന് നേതൃത്വം നൽകിയത്. അപ്പൊ ആരാണ് ആധുനിക ഇറാഖിൽ അല്ലെങ്കിൽ ജാർമോയിൽ ആരാണ്? റോബർട്ട് ജെ ബ്രെയ്ഡ് ആണ് എന്തിനു തുടക്കം കുറിച്ച്? പുരാവസ്തു ഗവേഷണത്തിന് തുടക്കം കുറിച്ച്. ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ ജർമ്മോയിലെ ജനങ്ങൾ ബാർലിയും 2 തരം ഗോതമ്പും കൃഷി ചെയ്തിരുന്നു. ജർമ്മോയിൽ എന്തൊക്കെയായിരുന്നു കൃഷി ചെയ്തിരുന്നത്? ബാർലിയും അതുപോലെ തന്നെ എന്താ പറയുന്ന 2 തരത്തിലുള്ള ഗോതമ്പ് കൃഷിയും ചെയ്തിരുന്നു. ആടിനെയും മറ്റു ചില മൃഗങ്ങളും ഇണക്കി വളർത്തിയതിന്റെ വ്യക്തമായ സൂചനകളുണ്ട്. ഇവിടുത്തെ വീടുകൾ ചെറു കുടിലുകളായിരുന്നു. അവർ കളിമണ്ണ് കൊണ്ടും അതുപോലെ തന്നെ മൃഗങ്ങളുടെയും മനുഷ്യരുടെയും രൂപങ്ങൾ നിർമ്മിച്ചിരുന്നു. അപ്പൊ എന്തൊക്കെയാ ഇവിടെ പറയുന്ന? പ്രധാനമായിട്ടും കൃഷി ചെയ്തിരുന്ന എന്തൊക്കെയാ കൃഷി ചെയ്തിരുന്നത്? ബാർലിയും അതുപോലെ തന്നെ 2 തരത്തിലുള്ള ഗോതമ്പ് കൃഷി അവർ ചെയ്തിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുന്ന? ആടിനെയും മറ്റു ചില മൃഗങ്ങളെ അവരെന്ത് ചെയ്തു? ജാർമോയിൽ ഇണക്കി വളർത്തിയിരുന്നു. രണ്ടാമത്തെ പ്രത്യേകത എന്താ? ആ മൃഗങ്ങളെ ഇണക്കി വളർത്തിയിരുന്നു. മൂന്നാമതായിട്ട് എന്താ പറയാ? കളിമണ്ണ് കൊണ്ട് മൃഗങ്ങളുടെയും മനുഷ്യരുടെയും രൂപങ്ങൾ നിർമ്മിച്ചു. എന്താ പറയുന്നത്? കളിമണ്ണ് കൊണ്ട് മനുഷ്യരുടെയും അതുപോലെ തന്നെ മൃഗങ്ങളുടെയും രൂപങ്ങൾ എന്ത് ചെയ്തു? നിർമ്മിച്ചു. അവർ നിർമ്മിച്ച മനുഷ്യരൂപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഗർഭിണിയായ സ്ത്രീയുടെ രൂപം. അപ്പൊ ഗർഭിണിയായ സ്ത്രീയുടെ രൂപം എവിടുന്ന കിട്ടിയത്? ആ ജാർമോയിൽ നിന്നാട്ടോ. ഈ ജാർമോ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇപ്പത്തെ ഇറാഖിലാണ് കേട്ടോ. ആരാ അവിടെ ഗവേഷണം നടത്തിയത്? റോബർട്ട് ജെ ബ്രെയ്ഡ്വുഡ് ആണ്. ഓക്കെ, കിട്ടിയില്ല. ഏത് കുന്നിൽ നിന്നാ കിട്ടിയത്? ഗുർദിഷ് എന്ന് പറയുന്ന കുന്നുകളിലാണ് കേട്ടോ ജാർമോ സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ആര് ഗവേഷണം നടത്തിയത്? റോബർട്ട് ജെ ബ്രെയ്ഡ് ഗവേഷണം നടത്തിയത്. ഇനി അടുത്ത ബോക്സിൽ റീഡ് ചെയ്യാം. ഒരു ലെൻസിന്റെ ചിഹ്നമൊക്കെ കൊടുത്തിട്ടില്ലടാ. അവിടെ എന്താ കൊടുത്തിരിക്കുന്ന? മെഹർഗഡ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ നവീന ശിലായുഗ കേന്ദ്രമായിരുന്നു ഏതെന്ന് പറയുന്ന മെഹർഗഡ് കേട്ടോ. ഓർത്തിരിക്കണേ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ നവീന ശിലായുഗ കേന്ദ്രമാണ് ഏത് എന്ന് പറയുന്ന മെഹർഗഡ്. നവീന ശിലായുഗത്തിലെ പ്രധാനപ്പെട്ട സവിശേഷതകളായ മൃഗങ്ങളെ ഇണക്കി വളർത്തൽ, കൃഷി എന്നിവയ്ക്ക് തുടക്കം കുറിച്ച പ്രാചീന ഇന്ത്യയിലെ ആദ്യ പ്രദേശമാണ് മെഹർഗഡ്. ഇപ്പോൾ മെഹർഗഡ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പാകിസ്ഥാനിലാണ് കേട്ടോ. അപ്പൊ നവീന ശിലായുഗത്തിലെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഏതൊക്കെയായിരുന്നു? നമ്മൾ പറഞ്ഞ മൃഗങ്ങളെ ഇണക്കി വളർത്തുക, അതുപോലെ തന്നെ കൃഷി. അല്ലെ, ഇതിന് രണ്ടിനും സഹായിച്ച പ്രാചീന ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശമായിരുന്നു മെഹർഗഡ്. ഇപ്പോൾ പാകിസ്ഥാനിലാണ് എന്ന് പുരാവസ്തു ഗവേഷകർ കണക്കാക്കുന്നു. ഈ പ്രദേശത്തെ ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ. എന്താ പറയുന്നത്? ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ എന്നറിയപ്പെടുന്ന ഏതാ? മെഹർഗഡ്. പഠിച്ചു വെക്കണേ. പിന്നെ അത് ഹൈലൈറ്റ് ചെയ്തിട്ടില്ല, അപ്പൊ ഒന്ന് ശ്രദ്ധിക്കണം. എന്താ പറയുന്നത്? ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? മെഹർഗഡ്. മെഹർഗഡ് ഇപ്പൊ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? പാകിസ്ഥാനിൽ കേട്ടോ. അപ്പം
അത് ഓർത്തിരിക്കുക. ഇപ്പൊ നമ്മള് 3 ശിലായുഗ കാലഘട്ടത്തെ കുറിച്ചായിരുന്നു ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും ശിലായുഗത്തിലെ 3 കാലഘട്ടത്തെ അവരുടെ ഈ നിർമ്മാണ രീതി അടിസ്ഥാനമാക്കിയിട്ട് എന്താക്കി 3ആയിട്ട് തിരിച്ചിരുന്നു. ഒന്നാമത്തെ ഏതാന്നാ പറഞ്ഞ പ്രാചീന ശിലായുഗം, രണ്ടാമത്തേത് ഏതാണ്? രണ്ടാമത്തെ ഏതാ? മധ്യശിലായുഗം, മൂന്നാമത്തെ ഏതാണ്? നവീന ശിലായുഗം അല്ലെ? ഈ 3 കാലഘട്ടം കഴിഞ്ഞിട്ട് ഇനി ശിലായുഗത്തിൽ നിന്നും ജനങ്ങൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. സാമൂഹ്യീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മാറ്റത്തിന് തുടക്കം വന്നുകൊണ്ടിരിക്കുക. മാറ്റത്തിന്റെ കാലഘട്ടമാണല്ലോ. അപ്പൊ മാറ്റത്തിന് തുടക്കം വന്നതിന് ശേഷം ഇവര് ശിലായുഗത്തിൽ നിന്നും മറ്റൊരു യുഗത്തിലേക്ക് മാറുകയാണ്. അതാണ് മെറ്റൽ ഏജ് അല്ലെങ്കിൽ ലോഹയുഗം എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? മെറ്റൽ യുഗം അല്ലെങ്കിൽ ലോഹയുഗം എന്ന് പറയുന്നത്. ശിലയുടെ സ്ഥാനത്ത് ലോഹങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ മനുഷ്യർ ഈ ലോകയുഗത്തിലേക്ക് പ്രവേശിച്ചു. എന്താ പറയുന്നത്? ശിലയുടെ സ്ഥാനത്ത് ലോഹങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ മനുഷ്യർ എന്തിലേക്ക് മാറുകയാണ്? ലോഹയുഗത്തിലേക്ക് പ്രവേശിച്ചു. സാങ്കേതിക വിദ്യയിൽ മനുഷ്യർ കൈവരിച്ച പുരോഗതി വ്യക്തമായി പ്രകടമാക്കുന്ന കാലമാണ് ലോകയുഗം എന്ന് പറയുന്നത്. സാങ്കേതിക വിദ്യയിലൊക്കെ ആദിമ മനുഷ്യർക്ക് ഒരുപാട് മാറ്റങ്ങളൊക്കെ മനുഷ്യർക്ക് കൈവരിച്ച ഒരുപാട് പുരോഗതികളൊക്കെ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഈ കാലഘട്ടത്തെയാണ് ലോഹയുഗം. അപ്പൊ ലോഹം എന്ന് പറയുന്നത് എന്താണ്? ശിലയിൽ നിന്ന് ലോകത്തിലേക്കുള്ള മാറ്റമാണ് കേട്ടോ. പ്രകൃതിദത്തമായ ചെമ്പിനെ ആയുധങ്ങളും ഉപകരണങ്ങളുമാക്കി മാറ്റുന്ന സാങ്കേതിക രീതി ഈ കാലഘട്ടത്തിൽ മനുഷ്യർ കൈവരിച്ചു. എന്താ പറയുന്നത്? ചെമ്പിനെ എന്താക്കി മാറ്റി? പ്രകൃതിദത്തമായിട്ട്. മനുഷ്യൻ ആദ്യം ഉപയോഗിച്ച ലോഹം എന്ന് പറയുന്ന ചെമ്പാണല്ലോ. അപ്പൊ പ്രകൃതിദത്തമായ ചെമ്പിനെ ആയുധങ്ങളും ഉപകരണങ്ങളുമാക്കി മാറ്റുന്ന സാങ്കേതിക രീതി ഈ കാലഘട്ടത്തിൽ മനുഷ്യർ കൈവരിച്ചു. ആദ്യകാല കാർഷിക ഗ്രാമങ്ങളായ ചാതൽ ഹൊയുക്ക്, അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്ന? ചാതൽ ഹൊയുക്ക് കേട്ടിട്ടില്ലേ? ചരിത്രത്തിലൊക്കെ ഒരുപാട് പിന്നെ എന്താ പറയാ ഇടം പിടിച്ചൊരു സ്ഥലമാണ് കേട്ടോ ചാതൽ ഹൊയുക്ക് എന്ന് പറയുന്നത്. അതെവിടെയാ? തുർക്കിയിലാണ് ചാതൽ ഹൊയുക്ക്. അതുപോലെ ചയോനു വടക്കൻ സിറിയ, അതുപോലെ അലിക്കോഷ് ഇറാൻ എന്നിവിടങ്ങളിൽ നിന്ന് ചെമ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ എവിടേക്കാണ് കണ്ടെത്തിയത്? ചാതൽ ഹൊയുക്ക് എവിടെയാ? തുർക്കി. അതുപോലെ തന്നെ ചായോ വടക്കൻ സിറിയയിലാണ് കേട്ടോ. ചായോ എന്ന് പറയുന്നത് എവിടെയാണ്? വടക്കൻ സിറിയ. അതുപോലെ അലിക്കോഷ് ഇറാൻ എന്നിവിടങ്ങളിൽ നിന്ന് ചെമ്പിന്റെ സാന്നിധ്യം കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഏത് കാലഘട്ടമായിട്ടാണ് കണക്കാക്കുന്നത്? ലോഹയുഗത്തിലാണ് കേട്ടോ ഇതൊക്കെ. അത് ഏത് കാലഘട്ടം എന്ന് പറയുന്നത്? BC 7000 ഇതിന്റെ കാലമായി കണക്കാക്കുന്നത്. ഇതിന്റെ കാലമായിട്ട് കണക്കാക്കുന്ന ഏതാണ്? BCE 7000. മനസ്സിലാവുന്നില്ലേ? അപ്പം ഇനി ഈ ശിലാ ഉപകരണങ്ങളെക്കാൾ ചെമ്പ് ഉപകരണങ്ങൾക്കുള്ള മേന്മകൾ എന്തൊക്കെയായിരിക്കും? നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ ആകൃതിയിലൊക്കെ മാറ്റാനാവും. കൂടുതൽ കാലം നിലനിൽക്കും. അതുപോലെ തന്നെ അതിന് മൂർച്ച കൂടുതലായിരിക്കും അല്ലെ? അപ്പൊ അതൊക്കെയാണ് ഈ ശിലായുഗത്തില് ശിലാ ഉപകരണങ്ങൾക്കുള്ള കാലഘട്ടം. അപ്പൊ ചെമ്പ് ഉപയോഗിച്ച കാലഘട്ടം അല്ലെങ്കിൽ ആധുനിക രീതിയിലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന കാലഘട്ടമാണ് ഏത് എന്ന് പറയുന്നത്? ശിലായുഗം. അപ്പൊ ലോഹയുഗം എന്ന് പറയുന്നത്. അപ്പൊ ശിലായുഗത്തിൽ നിന്ന് ലോഹയുഗത്തിലേക്ക്. ഇനി ലോഹയുഗത്തിൽ നിന്ന് നമ്മൾ എങ്ങോട്ടേക്ക് പോവാണ്? താമ്രശിലായുഗത്തിലേക്ക് പോവുകയാണ്. എങ്ങോട്ടേക്കാ പോകുന്നത്? താമ്രശിലായുഗം. ശിലായുഗത്തെ കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തല്ലോ. ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച കാലഘട്ടത്തിലും മനുഷ്യർ ശിലായുധങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. ശിലാ ഉപകരണങ്ങൾക്കൊപ്പം ചെമ്പ് ഉപകരണങ്ങൾ ഉപയോഗിച്ച ഈ കാലത്തെയാണ് താമ്രശിലായുഗം എന്ന് പറയുന്നത്. എന്താ പറയാ? ശില ഉപയോഗിക്കുന്നുണ്ട്, ഒപ്പം തന്നെ അവർ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ലോഹമായ ചെമ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ ചെമ്പ് കൊണ്ട് ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഈ കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? താമ്രശിലായുഗം എന്ന് പറയുന്നത്. ഒന്ന് പറഞ്ഞേ, താമ്രശിലായുഗം എന്താന്ന് പറഞ്ഞേ? ശിലായുഗ കാലഘട്ടത്തിൽ നിന്നും മാറി പുതിയൊരു ലോഹങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരികയാണ്. അപ്പൊ എന്താണ്? മനുഷ്യര് ശിലായുധങ്ങൾക്കൊപ്പം തന്നെ എന്ത് ഉപയോഗിക്കുകയാണ്? ചെമ്പ് ഉപകരണങ്ങളും ഉപയോഗിക്കുകയാണ്. ഇന്ത്യയിൽ രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്ന് താമ്രശിലായുഗത്തിന് നിരവധി അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ എവിടേക്കാ? രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. എവിടേക്കാ? രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്ന് താമ്രശിലായുഗത്തിന് നിരവധി അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന കണ്ടോടാ, ഈ ദൈമവാദിൽ നിന്ന് മഹാരാഷ്ട്ര കേട്ടോ അത് ലഭിച്ച ശവസംസ്കാരത്തിന് ഉപയോഗിക്കുന്ന കലശങ്ങൾ ഇതാണ് കേട്ടോ. ഇത് ശവസംസ്കാരത്തിനൊക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ്. അതുപോലെ തന്നെ നവാസിയിൽ നിന്ന് മഹാരാഷ്ട്ര, രണ്ടും മഹാരാഷ്ട്രയിൽ തന്നെയാട്ടോ. ദൈമാവാദും അതുപോലെ തന്നെ നവാസി എവിടെ തന്നെയാണ്? മഹാരാഷ്ട്രയിൽ ലഭിച്ച കളിമണ്ണിലും ശിലയിലും നിർമ്മിച്ച കലാനിർമ്മിതികൾ. ഇതെന്താണ്? ഇത് ശവസംസ്കാരത്തിന് ഉപയോഗിച്ചതാണ്. അതുപോലെ തന്നെ ഇത് എന്താന്നാ പറയുന്നത്? കളിമണ്ണിൽ ശിലയിലൊക്കെ നിർമ്മിച്ച കലാനിർമ്മിതികളാണ് കേട്ടോ അവരുടെ. ഇപ്പൊ നമ്മള് കുറച്ച് നേരമായി പറയുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ എന്താ പറഞ്ഞത്? ശിലായുഗത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ശിലായുഗം കഴിഞ്ഞിട്ട് നമ്മൾ എന്തിലേക്ക് പോവാണ്? മെറ്റൽ യുഗത്തിലേക്ക് അല്ലെ? അതായത്
ലോഹ യുഗത്തിലേക്ക് മാറുകയാണ്. ലോഹത്തിൽ അവിടെ ചെമ്പ് ഉപയോഗിച്ചു. പക്ഷെ അതിൽ നിന്നും നമ്മൾ എന്ത് പറയണം, താമ്രശിലായുഗത്തിലേക്ക്, അതായത് ചെമ്പ് ഉപയോഗിച്ചു അതുപോലെ തന്നെ ശിലയും ഉപയോഗിച്ചുകൊണ്ടുള്ള കാലഘട്ടമാണ് താമ്രശിലായുഗം എന്ന് പറയുന്നത്. ഇവിടെ മാത്രം മനുഷ്യൻ ഒതുങ്ങിയില്ല, മനുഷ്യൻ പിന്നെയും വികസിച്ചുകൊണ്ടിരുന്നു. അവർ അടുത്തതായിട്ട് എങ്ങോട്ടേക്ക് പോയി, വെങ്കല യുഗത്തിലേക്ക് പോയി. എങ്ങോട്ടേക്ക് പോയി? മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു, ഗോഡൻ ചൈൽഡ്. എന്താ പറയുന്ന, മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലെ വെങ്കല യുഗത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി വെങ്കലം, എന്താ വെങ്കലം എന്ന് പറയുന്നത്? വെങ്കലം എന്ന് പറയുന്നത് എന്താണ്? ചെമ്പും വെളുത്തിയും ചേർത്ത് സംസ്കരിച്ചുണ്ടാക്കുന്ന ലോകസങ്കരമാണ് വെങ്കലം എന്ന് പറയുന്നത്. എന്തൊക്കെയാ പറയുന്നത്? ചെമ്പ്, വെളുത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ടിന്നാണ് കേട്ടോ, ടിന്ന്. അപ്പൊ ചെമ്പും വെളുത്തിയും ചേർത്ത് സംസ്കരിച്ചുണ്ടാക്കുന്ന ലോകസങ്കരമാണ് വെങ്കലം. ചെമ്പിനേക്കാൾ ഉറപ്പ് ലഭിക്കുന്ന ലോഹമാണ് വെങ്കലം. അപ്പൊ ചെമ്പിനേക്കാൾ ഉറപ്പ് ലഭിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുന്നത്, ചെമ്പും അതിന്റെ കൂടെ എന്തും കൂടെ ചേർക്കും, വെളുത്തിയും ടിന്നും കൂടെ ചേർത്തുണ്ടാക്കുന്ന ഒരു ലോക സങ്കരമാണ് വെങ്കലം. വെങ്കലം അല്ലെങ്കിൽ ബ്രോൺസ് അല്ലെങ്കിൽ ഓട് എന്ന് പറയും ട്ടോ. ഒരു പ്രദേശത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതും പകുതിയിലേറെ പേരും കാർഷികേതര പ്രവർത്തനങ്ങളായ വിവിധതരം കൈത്തൊഴിലുകൾ, കരകൗശല പ്രവർത്തനങ്ങൾ, കച്ചവടം തുടങ്ങിയവയിൽ ഏർപ്പെട്ട് ഉപജീവനം നടത്തുന്ന സ്ഥിതിവിശേഷമാണ് നാഗരികത എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ എന്താ ഇവിടെ പറയുന്നത്? ഒരു പ്രദേശത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതും അത് തന്നെ ഒരു പ്രദേശത്ത് കൂടുതൽ പേരും തിങ്ങിപ്പറക്കുക. അതുപോലെ ആ പകുതിയിലേറെ പേരും എന്ത് ചെയ്യാണ്? കാർഷികേതര പ്രവർത്തനങ്ങളായ വിവിധതരം കൈത്തൊഴിലുകള്, കരകൗശല പ്രവർത്തനങ്ങള്, കച്ചവടം തുടങ്ങിയവയിൽ ഏർപ്പെട്ട് ഉപജീവനം നടത്തുന്നതുമായ സ്ഥിതിവിശേഷമാണ് എന്ത് എന്ന് പറയുന്നത്? നാഗരികത എന്ന് വിശേഷിപ്പിക്കുന്നത്. വിശാലമായ വീഥികളും പൊതുകെട്ടിടങ്ങളും മെച്ചപ്പെട്ട സൗകര്യങ്ങളും തിരക്കേറിയ ജീവിതവും വിനോദങ്ങളും നഗരജീവിതത്തിന്റെ സവിശേഷതയാണ്. നമ്മളിപ്പോ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളൊക്കെ തന്നെ വിശാലമായ വീഥികൾ, റോഡുകളൊക്കെ വളരെ വിശാലമാണ്, പൊതു കെട്ടിടങ്ങളാണ്, മെച്ചപ്പെട്ട സൗകര്യമുണ്ട്, തിരക്കേറിയ ജീവിതമുണ്ട്, വിനോദത്തിന് നഗരജീവിതത്തിന്റെ അതുപോലെ തന്നെ തിരക്കേറിയ ജീവിതം, വിനോദങ്ങളുണ്ട്, നഗരജീവിതത്തിന്റെ സവിശേഷതകളായിട്ടാണ് പറയുന്നത്. നാഗരികത ജീവിതത്തിൽ ആരംഭം കുറിക്കുന്നത് വെങ്കലയുഗ കാലഘട്ടത്തിലാണ്. അപ്പൊ നാഗരികത എന്ന ആശയം രൂപം കൊള്ളുന്നത് എവിടെയാണ്? നാഗരികത എന്ന ആശയം രൂപം കൊള്ളുന്നത് വെങ്കലയുഗ കാലഘട്ടത്തിലാണ്. വെങ്കലയുഗത്തിൽ ഇന്ത്യയിൽ വികാസം പ്രാപിച്ചതാണ് ഹാരപ്പൻ സംസ്കാരം. അപ്പൊ വെങ്കലയുഗ കാലഘട്ടത്തില് കുറച്ച് സംസ്കാരങ്ങൾ രൂപം കൊണ്ടിട്ടുണ്ട്. അതിലൊന്നാണ് ഇത് ഹാരപ്പൻ സംസ്കാരം. ഹാരപ്പ, മോഹൻജാദാര, ലോത്തൽ തുടങ്ങിയ നഗരങ്ങള്, അതുപോലെ ആസൂത്രിതമായി നിർമ്മിച്ച പൊതു കെട്ടിടങ്ങള്, അതുപോലെ ഗ്രേറ്റ് ബാത്ത് കേട്ടിട്ടില്ലേ? ഗ്രേറ്റ് ബാത്തിനെ കുറിച്ച് മോഹൻജാദാരയിലുള്ള അത് വലിയ കുളം, വീടുകള്, തെരുവീതികള്, അഴുക്കുചാലുകള്, ധാന്യപ്പുരകൾ എന്നിവ വിവിധ തരം കൈത്തൊഴിലുകളെ കച്ചവടത്തിന്റെ സാന്നിധ്യം ഇവിടെ നഗരവൽക്കരണത്തെ നമ്മൾ വ്യക്തമായി കാണും. അപ്പൊ എന്താ പറയുന്നത്? വെങ്കലയുഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഹാരപ്പൻ സംസ്കാരം എന്നാ പറയുന്നത്. അവിടുത്തെ പ്രധാന നഗരങ്ങൾ ഏതൊക്കെയായിരുന്നു? ഹാരപ്പ, മോഹൻജോദാരോ, ലോത്തൽ കേട്ടോ. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാന്ന് പറയുന്നത്? പൊതു കെട്ടിടങ്ങള്, ഒരു വെൽ പ്ലാൻഡ് ആയിട്ട് അവര് കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചു. അതുപോലെ ഗ്രേറ്റ് ബാത്ത്, വലിയ കുളം, വീടുകള്, തെരുവീതികള്, അടുക്കുചാലകള്, ധാന്യപ്പുരകള്, ഇതൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് HSAക്കാരൊക്കെ നന്നായി നോക്കണം കേട്ടോ. അപ്പൊ കച്ചവടത്തിന്റെ സാന്നിധ്യം ഇവിടുത്തെ നഗരവൽക്കരണത്തെ കുറിച്ച് കാണിക്കാം. അതുകൊണ്ട് തന്നെ ഹാരപ്പൻ സംസ്കാരത്തെ ഇന്ത്യ ചരിത്രത്തിന്റെ ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നു. എന്താ പറയുന്ന? ഹാരപ്പൻ സംസ്കാരത്തെ, വെങ്കലയുഗത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഹാരപ്പൻ സംസ്കാരം. ഈ ഹാരപ്പൻ സംസ്കാരത്തെ എന്തെന്നാ വിശേഷിപ്പിക്കുന്നത്? ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നു. ഇനി സപ്ത സിന്ധു പ്രദേശം, സിന്ധു നദിയായും അതിന്റെ പോഷക നദികൾ, അതിന്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? 5 പോഷക നദികൾ ഉണ്ട് അല്ലെ? ഈ 5 പോഷക നദികൾ കൂടെ ചേരുന്നതാണ് സപ്ത സിന്ധു പ്രദേശം എന്ന് പറയുന്നത്. അപ്പൊ സിന്ധു നദിയും അതിന്റെ 5 പോഷക നദികളും കൂടി ഉൾപ്പെടുന്നതാണ് എന്ത് എന്ന് പറയുന്നത്? സപ്ത സിന്ധു പ്രദേശം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇൻഡോ യൂറോപ്യൻ ഭാഷകള്. ഇവിടെ സംസ്കൃതം, ലത്തീൻ, ഗ്രീക്ക്, ജർമ്മൻ, ഇംഗ്ലീഷ്, സ്വീഡിഷ്, റഷ്യൻ, പോളിഷ്, ഇറ്റാലിയൻ, സ്പാനിഷ്, ഫ്രഞ്ച്, റുമാനിയൻ എന്നീ ഭാഷകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ ഏതൊക്കെയാന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. വായിക്കുമ്പോൾ നിങ്ങളിത് പിന്നെ സ്പീഡ് കുറച്ച് കാണുക. കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കുക. അതിനുശേഷം സ്പീഡിലിട്ട് ഒന്നും കൂടെ കാണുക. അപ്പത്തേക്കും നിങ്ങൾ SCRT പക്കാവും കേട്ടോ. അപ്പൊ അടുത്തത് വേദകാലം. അപ്പൊ നമ്മളുടെ എന്താ പറയാ, വെങ്കലയുഗം കഴിഞ്ഞ് നമ്മൾ വേദകാലഘട്ടത്തിലേക്ക്, വേദകേജിലേക്ക് പോണ്. ഹാരപ്പ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം സപ്തസിന്ധു, അതായത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് മേഖലയിലെ, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് എവിടെയാ?
പിന്നെ പാകിസ്ഥാന്റെ ഒക്കെ അവിടെ അല്ലെ. അപ്പൊ ഈ പ്രദേശത്ത് കടന്നു വന്നത് ആര്യന്മാരായിരുന്നു. എന്താ പറയാ, സപ്ത സിന്ധു പ്രദേശത്ത് കടന്നു വന്നത് ആര്യന്മാരായിരുന്നു. ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഭാഷ സംസാരിച്ചവരായിരുന്നു ആര്യന്മാർ. ഇത് ഇവിടെ കൊടുത്തിട്ടുള്ള ഇൻഡോ യൂറോപ്യൻ ഭാഷകളിലെ അത് സംസാരിച്ചവരായിരുന്നു ആര്യന്മാർ. ഭാഷാപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആര്യന്മാരുടെ ജന്മദേശം മധ്യേഷ്യയാണെന്നാണ് കരുതപ്പെടുന്നത്. അപ്പൊ എന്താ പറയുന്നത്, അവരുടെ ഭാഷയൊക്കെ കണ്ടിട്ട് എന്താണ് പറയുന്നത്, ആര്യന്മാരുടെ ജന്മദേശം എന്ന് പറയുന്നത് എവിടെയാന്നാ പറയുന്നത്, മധ്യേഷ്യ ആണ് എന്നാ പറയുന്നത്. വേദങ്ങളിൽ നിന്നുമാണ് ഈ കാലഘട്ടത്തെ കുറിച്ചുള്ള അറിവുകൾ നമുക്ക് ലഭിക്കുന്നത്. അതിനാൽ ഈ കാലഘട്ടത്തെ വേദകാലം എന്ന് വിളിക്കുന്നു. അപ്പൊ ഇതിന് ഈ കാലഘട്ടത്തെ എന്ത് എന്ന് വിളിക്കുന്നു, വേദകാലം എന്ന് വിളിക്കുന്നു. അപ്പൊ വേദങ്ങളിൽ നിന്നുമാണ് നമുക്ക് എന്ത് കിട്ടുന്ന, ഹാരപ്പ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയിലേക്ക് ആര്യന്മാർ, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് മേഖലകളിൽ ആര്യന്മാർ വന്നു എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് വേദങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തെ എന്ത് എന്ന് വിളിക്കുന്നു, വേദകാലഘട്ടം എന്ന് വിളിക്കുന്നു. ഈ വേദകാലഘട്ടം എന്നു മുതൽ എന്ന് വരെ BC 1500നും 600നും ഇടയിലാണ് കേട്ടോ. അപ്പൊ വേദകാലഘട്ടം എന്ന് പറയുന്നത് ഏതാ, BC 1500നും 600നും ഇടയിലാണ്. കിട്ടിയോടാ. അപ്പം എന്താണ് വേദകാലം എന്ന് പറയുന്നത്, ഇതിലേക്ക് ആദ്യമായിട്ട് വേദകാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആരെയാണ്, ആര്യന്മാരെയാണ്. ഇവര് ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിൽ നിന്നുള്ളവരാണ്. അപ്പൊ വേദങ്ങളിൽ നിന്നുമാണ് ഈ ആര്യന്മാരെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ആര്യന്മാരുടെ ജന്മദേശം എന്ന് പറയുന്നത് എവിടെയാണ്, മധ്യേഷ്യയാണ്. അതുപോലെ ഈ കാലഘട്ടത്തെ വേദകാലഘട്ടം എന്ന് വിളിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ വേദകാലഘട്ടം എന്ന് മുതൽ എന്ന് വരെയാണ്, BC 1500നും 600നും ഇടയിലാണ്. ഇനി വേദകാലത്തെ രണ്ടായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്, ആദ്യകാല വേദകാലം, അതായത് ഋഗ്വേദമൊക്കെ രചിച്ച കാലഘട്ടം കേട്ടോ. പിൻകാല വേദകാലം, എങ്ങനെ, പിൽക്കാലം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, യജു, സാമവേദം, അഥർവവേദം എന്നിവ രചിച്ച കാലമാണ് ഏത് എന്ന് പറയുന്നത്, പിൽക്കാല വേദകാലം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ കൊടുത്തിരിക്കുന്നുണ്ടോ. ആദ്യകാല വേദകാലത്തെ കുറിച്ചാണ്. എവിടേക്കാണ് ആദ്യം ആര്യന്മാര് വന്ന, സപ്ത സിന്ധു പ്രദേശത്താണ്. ഇടയ സമ്പത്ത് വ്യവസ്ഥയായിരുന്ന അവര് അർത്ഥനാടോടികളായിരുന്നു. സമൂഹത്തിൽ സ്ത്രീകൾക്ക് താരതമ്യേന ഉയർന്ന സ്ഥാനം. അപ്പൊ അത് ശ്രദ്ധിക്കണം. ആദ്യകാല വേദകാലഘട്ടത്തില് ഇവർ അർത്ഥനാടോടികളായിരുന്നു. അതുപോലെ തന്നെ സമൂഹത്തില് സ്ത്രീകൾക്കായിരുന്നു താരതമ്യേന ഉയർന്ന സ്ഥാനം ഉണ്ടായിരുന്നത്. ഇവരിവിടെ എങ്ങനെ കൃഷി ചെയ്തിരുന്ന, കാട് വെട്ടിത്തെളിച്ചും തീയിട്ടൊക്കെ കൃഷി ചെയ്തു. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ആര്യന്മാരാണ് കാട് വെട്ടിത്തെളിച്ചൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് എന്നൊക്കെ. അപ്പൊ അത് നമ്മുടെ SCERT കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിരവധി ഗോത്രങ്ങൾ ചേർന്നതായിരുന്നു സമൂഹം എന്ന് പറയുന്നത്. എന്താ പറയുന്നത്, നിരവധി ഗോത്രങ്ങൾ ചേർന്നതായിരുന്നു സമൂഹം എന്ന് പറയുന്നത്. യാഗങ്ങൾ ലളിതവും ഓരോ കുടുംബനാഥനും ചെയ്യാവുന്നവയുമായിരുന്നു. എന്താ പറയാ, ഈ ആദ്യകാല വേദ കാലഘട്ടത്തില് യാഗങ്ങളൊക്കെ വളരെ ലളിതമായിരുന്നു. അതുപോലെ പ്രകൃതി ശക്തികളെ ആരാധിച്ചിരുന്നു. ഇവരുടെ ആരാധനമൂർത്തി എന്ന് പറയുന്നത് എന്തായിരുന്നു, പ്രകൃതി ശക്തി ആയിരുന്നു. അപ്പൊ എന്തൊക്കെയാണ്, ഇവര് സപ്തസിന്ധു പ്രദേശമായിരുന്നു, ഇടയ സമ്പത്ത് വ്യവസ്ഥയായിരുന്നു, അർത്ഥനാടോടികളായിരുന്നു. സമൂഹത്തിൽ സ്ത്രീകൾക്കായിരുന്നു താരതമ്യേന ഉയർന്ന സ്ഥാനം. ആർക്കാ സ്ഥാനം കൊടുത്തേ, സ്ത്രീകൾക്ക്. അതുപോലെ കാട് വെട്ടിത്തെളിച്ചും തീയിട്ടും കൃഷി ചെയ്തു. നിരവധി ഗോത്രങ്ങൾ ചേർന്നതായിരുന്നു സമൂഹം എന്ന് പറയുന്നത്. യാഗങ്ങൾ ലളിതവും ഓരോ കുടുംബനാഥനും ചെയ്യാവുന്നവയായിരുന്നു. പ്രകൃതി ശക്തികളെ ആരാധിച്ചു. എന്നാൽ ഇനി നമ്മൾ പിൽക്കാല വേദകാലഘട്ടത്തിലേക്ക് പോവാണ്. ഗംഗാ സമതലം വരെ വ്യാപിച്ചു. മറ്റേത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലായിരുന്നു പിൽക്കാല വേദകാലം എന്ന് പറയുന്നതോ ഗംഗാ സമതലം വരെ വ്യാപിച്ചു. അവിടെ ഇടയ സമ്പത്ത് വ്യവസ്ഥയായിരുന്നു. ഇവിടെ കൃഷിക്കായിരുന്നു പ്രാധാന്യം കൊടുത്തത്. എന്തായിരുന്നു, കൃഷിക്കായിരുന്നു പ്രാധാന്യം കൊടുത്തത്. ഇവര് നാടോടികളായിരുന്നെങ്കിൽ, ആദ്യകാലത്ത് നാടോടികളായിരുന്നെങ്കിൽ നമുക്ക് പിൽക്കാലത്ത് എന്താ കാണുന്നത്, സ്ഥിരവാസം തുടങ്ങിയ കാലഘട്ടം ഏതാണ്, പിൽക്കാല വേദകാലം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, യജുർവേദം, സാമവേദം, അഥർവവേദമാണ്. പിന്നെ ഇവിടെ അവര് ആദ്യകാലത്ത് കാട് വെട്ടിത്തെളിച്ച് തീയിട്ടൊക്കെ കൃഷി ചെയ്തപ്പോ ഇവിടെ എന്താണ്, ഇരുമ്പിന്റെ ഉപയോഗം കൊണ്ടുവന്നു. അതുപോലെ വർണ്ണവ്യവസ്ഥ ശക്തിപ്പെടുന്നു. ഇവിടെയാണ് എന്ത് വരുന്നത്, വർണ്ണവ്യവസ്ഥ. അപ്പൊ എന്താ വർണ്ണവ്യവസ്ഥ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വർണ്ണങ്ങൾ 4 ഉണ്ടായിരുന്നു ആ സമയത്ത്. എന്താ പറയുന്ന, വർണ്ണങ്ങള് 4 ഉണ്ടായിരുന്നു. പൗരോഹിത്യത്തിൽ ഏർപ്പെട്ടവർ ബ്രാഹ്മണർ. അപ്പൊ പൗരോഹിത്യത്തിലൊക്കെ ഏർപ്പെട്ടവരായിരുന്നു ബ്രാഹ്മണർ എന്ന് പറയുന്നത്. എന്നാൽ രാജ്യത്തിന്റെ ഭരണവും സംരക്ഷണമൊക്കെ നടത്തിയവരായിരുന്നു ക്ഷത്രിയര്. രാജ്യഭരണം ആരുടെ കയ്യിലായിരുന്നു, ക്ഷത്രിയരുടെ കയ്യിൽ. എന്നാൽ കൃഷിയും കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന വൈശ്യൻ. ഈ 3 വിഭാഗങ്ങൾക്കും ദാസവൃത്തി ചെയ്തിരുന്നവര് ശൂദ്രർ എന്നും അറിയപ്പെട്ടു. അപ്പൊ സമൂഹത്തിൽ 4 തരത്തിലുള്ള ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ബ്രാഹ്മണര്,
പൗരോഹിത്യത്തിൽ ഏർപ്പെട്ടു. രണ്ടാമതായിട്ട് ക്ഷത്രിയര് രാജഭരണവും സംരക്ഷണവും ഏറ്റെടുത്തവരായിരുന്നു. മൂന്നാമതായിട്ട് വൈശ്യർ കൃഷിയിലും കച്ചവടത്തിലും ഏർപ്പെട്ടു. നാലാമതായിട്ട് എന്താ പറയുന്നത്, ശൂദ്രർ എന്താ ചെയ്യുന്നത്, ദാസ്യവൃത്തി ചെയ്തു. ഇനി അതുപോലെ യാഗങ്ങൾ സങ്കീർണം ചെലവേറിയതുമായിരുന്നു. ഈ പിൽക്കാല കാലഘട്ടത്തില് യാഗം എന്ന് പറയുന്നത് കുറച്ച് ചെലവേറിയതും അതുപോലെ തന്നെ വളരെ വലുതുമായിരുന്നു. യാഗങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം അധികാരമായി മാറി. കണ്ടില്ലേ, പൗരോഹിത്യർക്ക് ബ്രാഹ്മണർക്കല്ലേ. അപ്പൊ യാഗങ്ങളൊക്കെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രമായി. അതുപോലെ ഒരു പ്രത്യേക ആരാധന മൂർത്തികൾ രൂപപ്പെടുന്നു. എവിടെയാ, പിൽക്കാല വേദകാലഘട്ടത്തില്. എന്താ പറഞ്ഞേ, പ്രത്യേക ആരാധന മൂർത്തികൾ രൂപപ്പെട്ട് വിവിധ കരകൗശല വിദ്യകളുടെ തുടക്കമൊക്കെ കുറിച്ചത് എവിടെയായിരുന്നു, പിൽക്കാല വേദകാലഘട്ടത്തിലായിരുന്നു. ഇനി വേദസാഹിത്യം. വേദം എന്നാൽ അറിവ്, അതായത് വിത്ത് എന്നാണ് അർത്ഥം. എന്താ വേദം എന്ന് പറഞ്ഞാൽ എന്താണ്, അറിവ്. ഇനി വേദങ്ങൾ 4 നമ്മൾ നേരത്തെ കണ്ടു. ആദ്യകാലത്തിലെ ഋഗ്വേദവും പിൽക്കാല വേദകാലഘട്ടത്തിലെ ഏതൊക്കെയാണ്, യജുർവേദം, സാമവേദം, അഥർവവേദം. ഇതിൽ ഋഗ്വേദമാണ് ആദ്യത്തേത്. 4 വേദങ്ങൾ കൂടാതെ അനുബന്ധങ്ങളായി ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുകൾ എന്നിവയും വേദസാഹിത്യത്തിന്റെ ഭാഗമാണ്. വേദകാലത്തെക്കുറിച്ചുള്ള പഠനത്തിലുള്ള ഏറ്റവും പ്രധാന സ്രോതസ്സാണ് വേദസാഹിത്യം എന്ന് പറയുന്നത്. അപ്പം നമ്മള് അങ്ങനെ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റിലേക്ക് എത്തിയേക്കുവാണ്. പുരോഗതിയുടെ പാതയിലേറിയ ഒരു നാഗരികതയായി മാറിയ മനുഷ്യർ അവരുടേതായ സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക സംവിധാനങ്ങളൊക്കെ രൂപപ്പെടുത്തി. ഇന്ന് 21ാം നൂറ്റാണ്ടിലേക്ക് എത്തി നിൽക്കുമ്പോൾ മാനവ ചരിത്രത്തിന്റെ വിവിധ വികസന ഘട്ടത്തിലേക്ക് തിരിയുമ്പോൾ മനുഷ്യർ എത്ര ദൂരം മുന്നോട്ട് പോയി. അതായത് നമ്മൾ ആദ്യം കണ്ട് ശിലായുഗത്തിലായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഏതിലേക്ക് പോവുകയാണ്, ലോഹയുഗത്തിലേക്ക് പോവാണ്. അതിനുശേഷം നമ്മൾ ചെമ്പ് ഉപയോഗിച്ചു. ചെമ്പിന് ശേഷം താമ്രശിലായുഗത്തിലേക്ക് പോയി. പിന്നെ നമ്മൾ വേദകാലഘട്ടത്തിലേക്ക് പോയി. ഇതാണ് നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. അത്യാവശ്യം നല്ല വലിയൊരു ചാപ്റ്റർ തന്നെയാണ്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഒന്നും കൂടെ കാണുക. എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എന്ത് സജഷനും ഞങ്ങൾക്ക് തരാവുന്നതാണ് കേട്ടോ. താങ്ക് യു.